പാലക്കാട് 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. വാളയാർ സ്വദേശി ശ്വേതയാണ് അറസ്റ്റിലായത്. അമ്മ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു. ശ്വേത 14 ദിവസത്തേക്ക് ശ്വേതയെ റിമാൻഡ് ചെയ്തു. ശ്രീകുമാരൻ പാലക്കാട് വിശദാംശങ്ങളുമായി ചേരും. ശ്രീജിത്ത്, എന്താണ് ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞിനെ കിണറ്റിൽ തള്ളിയിടാനുണ്ടായ ഒരു പ്രകോപനം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഭർത്താവിനോടൊപ്പമല്ല ശ്വേത കഴിയുന്നത് എന്നാണ് ആ നാട്ടുകാർ നൽകുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കുട്ടിയെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ആൾമറയൊക്കെയുള്ള ഒരു കിണറ്റിൽ വീണ നിലയിൽ കണ്ടത്. കുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശത്തെ ആളുകളും ഒക്കെ തന്നെയാണ് ഓടിക്കൂടിയത്. എന്നാലും കുട്ടിയെ പുറത്തെടുത്തു. പോലീസും ഒക്കെ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ എന്ത് പറ്റിയെന്ന് കുട്ടിയോട് ചോദിച്ചപ്പോൾ, 4 വയസ്സുകാരനോട് ചോദിച്ചപ്പോഴാണ് 4 വയസ്സുകാരൻ പറഞ്ഞത് അമ്മ ശ്വേത തന്നെ തള്ളിയിട്ടതാണെന്നൊരു മൊഴി നൽകിയത്. ഉടൻ തന്നെ അമ്മയെ ചോദ്യം ചെയ്തു. അമ്മ ഒരു കാരണവശാലും തന്റെ മകനെ തള്ളിയിടില്ല എന്ന് ആവർത്തിച്ചു. പക്ഷെ കുട്ടി ഈ മൊഴിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. എന്തായാലും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഈ അമ്മയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തെ കുറിച്ച് നൽകുന്ന ഒരു വിശദീകരണം ഇങ്ങനെയാണ്. ഒരു ആൾമറയുള്ള കിണറാണ്, പൊക്കമുണ്ട്. കുട്ടിക്ക് ഒരിക്കലും അങ്ങനെ അതിന്റെ മുകളിലേക്ക് കയറി നിന്ന് അകത്തേക്ക് ചാടാനുള്ള കഴിയില്ല, അല്ലെങ്കിൽ അതിന് മുകളിൽ കയറി ഇരുന്ന് കളിക്കാൻ കഴിയില്ല എന്നൊരു വിവരമാണ് പോലീസ് നൽകുന്നത്. അതുതന്നെയാണ് ഈ കുട്ടി പറഞ്ഞത്. ഏതാണ്ട് മുഖവിലക്കെടുത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയുള്ളൂ. എന്നാലും ഭർത്താവുമായി ഒപ്പമല്ല ഈ ശ്വേത കഴിയുന്ന, ഭർത്താവുമായി വേർപെട്ട് കഴിയുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കുട്ടി ഏതാണ്ട് കുഴപ്പമൊന്നുമില്ലാതെ സേഫാണ്. അമ്മയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, കുഞ്ഞ് തന്നെയാണ് അമ്മയ്ക്കെതിരെ മൊഴി നൽകിയത്. അമ്മ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാറാണ് പാലക്കാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.